പണി കിട്ടി ഗൈസ്, പണി കിട്ടി. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 9 മണി ആയപ്പോഴത്തേക്കും റെഡിയായി സ്കോട്ട്ലൻഡിൽ പോകാൻ. നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ നേരെ ലേക്ക് ഡിസ്ട്രിക്റ്റിൽ പോവാം, അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തിട്ട് വൈകിട്ട് സ്കോട്ട്ലൻഡ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ നടക്കുന്നത്. അതാണ് ഇന്നത്തെ ദിവസം പ്രൂവ് ചെയ്തത്. അങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന യാത്ര നമുക്ക് ഇടയ്ക്കൊരു പണി കിട്ടി. ആ പണിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ വണ്ടിയുടെ ബാക്കിൻ്റെ ടയർ ഒന്ന് പഞ്ചറായി. അങ്ങനെ അരമണിക്കൂറോളം വെയിറ്റ് ചെയ്ത് നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസുകാർ വന്നു. അവർ പഞ്ചർ ഒട്ടിച്ചു. പക്ഷെ അവർ പറഞ്ഞു ലോങ് ട്രാവൽ ആയതുകൊണ്ട് തന്നെ ടയർ മാറ്റുന്നതായിരിക്കും സേഫ് എന്ന്. അങ്ങനെ നമ്മൾ നേരെ ടയർ കടകൾ കയറി ഇറങ്ങി. വഴിയിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, വേറെ മറ്റേ ചേട്ടനുണ്ട്, ആര്യനുണ്ട്, ചേട്ടനുണ്ട്. ജിമ്മിൽ പോകണമെന്ന് എനിക്ക് പ്രൂഫ് വേണ്ടേ? പൊക്ക് പൊക്ക്. രാവിലെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആരെ കാണാനാന്ന് അറിയത്തില്ല. പൊക്ക് പൊക്ക് പൊക്ക്. ചലഞ്ച് ചെയ്തയാ. പൊക്ക് 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 പൊക്ക്. അതെ, ഉപ്പച്ചനെ ചലഞ്ച് ചെയ്തു. അങ്ങനെ പണി കിട്ടിയാലും ഇല്ലെങ്കിലും ഫുഡ് മുഖ്യം മുഖ്യലേ അല്ലേ? അതിനുശേഷം നമ്മളൊരു സർവീസ് റോഡിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ വീണ്ടും നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഹലോ ഗൈസ്, വെൽക്കം ടു സ്കോട്ട്ലൻഡ്. നമ്മുടെ എയർബിഎൻബിയിലേക്ക് ഇനി ഒരു 1.5 മണിക്കൂർ കൂടെ ഉണ്ട്. ഞങ്ങൾ പാട്ടൊക്കെ പാടി പാട്ടൊക്കെ കേട്ട് ആര്യന്റെ കളിയൊക്കെ കണ്ടിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. സ്റ്റേ ട്യൂൺ. ഇനി നമ്മൾ താമസിച്ച എയർബിഎൻബിയുടെ ഒരു ഡീറ്റെയിൽ റൂം ടൂറാണ്. ഞങ്ങൾ 6 പേരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് 3 ബെഡ്റൂം വീടാണ് നമ്മളെടുത്തത്. അപ്പോൾ താഴെ തന്നെ ഒരു ലിവിങ് റൂം കം ഡൈനിങ് ഏരിയ ആയിരുന്നു. പിന്നെ കിച്ചണിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള എയർബിഎൻബി ആണ്. ഇവരുടെ ഇൻറ്റീരിയറൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറേ വാളിൽ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുകളിലായിരുന്നു ബെഡ്റൂം. മുകളിൽ ഒരു കോമൺ ഒരു വാഷ്റൂം ഉണ്ടായിരുന്നു. പിന്നെ 3 സെപ്പറേറ്റ് ബെഡ്റൂമിൽ തന്നെ എല്ലാ റൂമിലും TV ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റോറേജ് ഏരിയ ഒക്കെ ആയിട്ട് നല്ലൊരു എയർബിഎൻബി ആണ് നമുക്ക് കിട്ടിയത്. നമ്മളവിടെ ഒരു 4 ഡേയ്സ് ഉണ്ടായിരുന്നു സ്കോട്ട്ലൻഡിൽ. അങ്ങനെ രാത്രി ക്ഷീണിച്ച് കടന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് സ്കോട്ട്ലൻഡ് യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ലൈക്ക്, സബ്സ്ക്രൈബ്.